മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 25. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. നമുക്ക് ചിന്താശക്തി തന്ന ദൈവം നാം ഭാവിയെപ്പറ്റി ഒന്നും ചിന്തിക്കാതിരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ആകുല ചിന്ത പാടില്ല എന്നാണ് ഈശോ പറയുന്നത്. ചിന്തിച്ച് ആധി പിടിക്കരുതെന്നാണ് സാരം. നാം ചില കണക്കൂട്ടൽ വെച്ചാണ് ഭാവിയെ കാണുന്നത്. പക്ഷെ അതിന് പ്രകാരം എല്ലാം സംഭവിക്കുമെന്ന് നിശ്ചയമില്ല. സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ കാറ്റ് ഏത് സമയത്തും ആഞ്ഞടിച്ചേക്കാം. അപ്പോൾ അപ്രതീക്ഷിതമായ അനുഭവങ്ങൾ ഉണ്ടാകും. മനുഷ്യന്റെ കൈകളെ മാത്രം കാണുകയും ദൈവത്തിന്റെ കൈകളെ കാണാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആകുല ചിന്ത ഉണ്ടാകുന്നത്. ആകുല ചിന്ത നമ്മുടെ കഴിവുകളെ ഇല്ലാതാക്കും. തൽഫലമായി അധികം ആപത്തുകൾ വരുത്തുവാൻ മാത്രമേ അത് കാരണമാവുകയുള്ളൂ. നമ്മളാവോളം നാം ഏർപ്പെടുന്ന കാര്യങ്ങളുടെ വിജയത്തിനായി പ്രവർത്തിക്കുകയും ദൈവം ഫലം തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മെ ആകുല ചിന്ത ബാധിക്കുകയില്ല. ആകുല ചിന്തയും ഭീതിയും എത്രമാത്രം നമുക്ക് ദോഷം വരുത്തുമെന്ന് ബോട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ച ഒരു സംഭവം വ്യക്തമാക്കുന്നു. ബോട്ട് മുങ്ങിയ സ്ഥലത്ത് കഴുത്തോളം മാത്രമേ ആഴമുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബോട്ട് മറിഞ്ഞപ്പോൾ വെള്ളത്തിൽ വീണ ഒരാൾ അന്ധാളിച്ചു പോയി. തൽഫലമായ അയാൾ നീന്തുവാൻ അശക്തനായിപ്പോയി. വെള്ളം കുടിച്ച് അയാൾ മരിച്ചു. നമ്മളും ഇതുപോലെ ഇല്ലാത്ത ആപത്തുകൾ ഉണ്ടെന്ന് അനുമാനിച്ച് ഭയപ്പെടുന്നവരാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ സമചിത്തത കൈവെടിയരുത്. ചിന്തിച്ച് അന്ധാളിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവും സാധിക്കുകയില്ല. ഒരു വിധത്തിലും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒന്നാണ് ആകുല ചിന്ത. ശുഭപ്രതീക്ഷയും വിശ്വാസവും വളരെ ഫലം തരുന്നതാണ്. ആകുല ചിന്ത നമ്മുടെ കഴിവുകളെ ചോർത്തിക്കളയും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.